ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ഐഡിയാസാണ്. സ്റ്റിച്ചിങ്ങിൽ സക്സസ് ആക്കാൻ പറ്റാവുന്ന ഒരുപാട് ഐഡിയാസാണ് നമ്മൾ പറയുന്നത്. അതും വളരെ വളരെ പ്രധാനപ്പെട്ട ഐഡിയാസാണ് പറഞ്ഞിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ സക്സസ് ആകണം എന്നൊരാഗ്രഹമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസാണ് നമ്മൾ പറയുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ പറയണില്ല, വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരിക. പിന്നെ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ഒരു കമൻറ്റ്, നിങ്ങൾക്ക് എന്താണെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, അതിനോടൊപ്പം ഒരു ചെറിയൊരു കമൻറ്റും കൂടി തരിക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സ് ആയിരിക്കുന്നവർ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടതും കൂടിയാണ് കേട്ടോ നമ്മളിതിൽ പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസർ, നമ്മൾ ഏറ്റവും പ്രൊഫഷണൽ സിസർ യൂസ് ചെയ്തിട്ടായിരിക്കണം കട്ടിങ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലോ ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് കട്ടിങ്ങൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പ്രൊഫഷണൽ സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വഴക്കം വരും, നമുക്ക് കൈവഴക്കം വരും, നമുക്ക് കട്ടിങ്ങിനും അതിനൊക്കെ കാര്യങ്ങൾക്കായിട്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതൊരാൾക്ക് എത്ര മെറ്റീരിയൽ ഡ്രസ്സ് എടുത്തു കൊടുക്കണം, ഒരാൾ ഒരു ചുരിദാർ തയ്ക്കാൻ എത്ര മെറ്റീരിയൽ വേണം, ഒരാളെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് എത്ര മെറ്റീരിയൽ ഈ വ്യക്തിക്ക് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു സാരി ബ്ലൗസിനാണെങ്കിൽ എത്ര മെറ്റീരിയൽ വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പെട്ടെന്നൊന്നും പകയ്ക്കാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ഇഞ്ച് ടേപ്പ് യൂസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ പഠിച്ച് ഇഞ്ച് ടേപ്പ് പ്രകാരം നമ്മൾ ഏതൊരു ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യണേക്കാളും കട്ട് ചെയ്യണേക്കാട്ടിലും മുന്നേ അതിൻ്റെ ലെങ്ത്തും അതുപോലെ വിഡ്ത്തും നമ്മൾ ആദ്യമേ തന്നെ എഴുതി വയ്ക്കാം. എത്ര ഉണ്ടായിരുന്നു ആ മെറ്റീരിയൽ ലെങ്ത്തും എത്ര ഉണ്ടായിരുന്നു ആ മെറ്റീരിയൽ വിഡ്ത്ത്, ഇത് രണ്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രകാരം അവർക്ക് എത്ര ഇഞ്ചിൻ്റെ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്, എന്ത് മോഡലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഏകദേശ ധാരണ സ്റ്റാർട്ടിങ്ങിലേ വന്നു തുടങ്ങും. ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് സ്യൂട്ടാവും, എത്ര ഏകദേശം വേണം എന്നതൊരു കാൽക്കുലേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഒരു ബിഗിനേഴ്സിനും പഠിച്ചു വരാൻ പറ്റും. ഈ ഒരു കാര്യം ഓരോ ബിഗിനേഴ്സും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ, സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങുന്നു, അന്ന് മുതൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സിസറാന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രൊഫഷണൽ സിസറാണിത്. ഇതൊരു പ്രൊഫഷണൽ സിസറാണ്. റേറ്റ് ഭയങ്കര കൂടുതലാണ്, അത് ആദ്യമേ തന്നെ പറയട്ടെ. റേറ്റ് ഭയങ്കര കൂടുതലാണ്, 1000 ബിലോ വരും. അപ്പോൾ ഈ ഒരു അത്യാവശ്യം റേറ്റ് വരുന്ന ആ ഒരു സിസർ തന്നെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എത്ര തിക്നെസ്സിൻ്റെ ഡ്രസ്സ് ഉണ്ടോ, മെറ്റീരിയൽ ഉണ്ടോ, അത് കട്ട് ചെയ്യാൻ വളരെയധികം കംഫർട്ടബിലിറ്റി ആവും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട് കണ്ടോ. ഈ ഒരു തിക്നെസ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, കണ്ടോളൂ, നോക്കി 1 2 3 4 5 6 7 8. ഇപ്പോൾ ഇത് 8 ഫോൾഡ് ആയിട്ടിരിക്കും. നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ടോ അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ലെയർ 2 ലെയറിലൊക്കെ നമുക്ക് 4 ഐറ്റം ഡ്രസ്സൊക്കെ, ഒരു ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിൽ 2 ഐറ്റമൊക്കെ ആയിരിക്കും നമ്മൾ മടക്കിയിടുക. 4 ഐറ്റമല്ല, സ്ലീവ് മാത്രം ബ്ലൗസിൻ്റെ നമ്മൾ 4 ഐറ്റം മടക്കിയിടുള്ളൂ. അതേസമയം സാരി ബ്ലൗസ് അല്ലാതെ ചുരിദാറാകുമ്പോൾ 4 ഫോൾഡിലാണ് കിടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മെറ്റീരിയൽ അത്രയും തിക്നെസ്സിലേ വരുന്നുള്ളൂ. ബാക്കി നമുക്കിത് കുറച്ച് മെറ്റീരിയൽ ഒന്നിച്ചെടുത്തിട്ട് ഒരേ ആൾക്ക് തന്നെ 2 3 ചുരിദാർ തയ്ക്കണമെങ്കിൽ ഒരേ അളവിൽ തന്നെയാണെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്ക് ഡിസൈൻ മാത്രം സെപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ സെയിം അളവ് തന്നെ എടുക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ സിസർ നല്ലത് സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കട്ടിങ് നല്ല സ്മൂത്തായി പോകുള്ളൂ. മാത്രമല്ല സ്റ്റിച്ചിങ് ലൈഫ് തന്നെ മുന്നോട്ടേക്ക് പോകുള്ളൂ. അത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ലോ വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് സിസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു പിടുത്തം, ഒരു ഗ്രിപ്പും, അത് കട്ടിങ് ചെയ്യുമ്പോൾ തന്നെ ഇടവിട്ട് ഒരു കട്ട് വരുന്ന രീതിയിലായിരിക്കും വരിക.
ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അത് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് കട്ട് ചെയ്യുന്നവർക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയിൽ വെട്ട് വന്ന് നിൽക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. അത് മാറണം. അത് മാറിയാൽ മാത്രമാണ് നമ്മുടെ കട്ടിങ് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു വരച്ചിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ ഒരു എമൗണ്ട് ഫസ്റ്റിലേ തന്നെ അത് കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. സ്റ്റിച്ചിങ്ങിലേക്ക് ഒരു ലോങ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു വശമാക്കി എടുക്കണം. മാത്രമല്ല ലോങ് വെയിറ്റ് കൂടുതോറും നമുക്കത് പെർഫെക്ഷൻ കൂടും. നമുക്ക് അതൊരു കൈവഴക്കം വരുമെന്നും പറയാം. മാത്രമല്ല കട്ടിങ് സ്മൂത്തായിരിക്കും. കട്ടിങ് വളരെ സ്മൂത്തായിരിക്കും. മാത്രമല്ല ഇടയിൽ കട്ട് വരുന്ന രീതി വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്കൂട്ടറൊക്കെ മേടിക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് സ്കൂട്ടർ മേടിക്കരുതെന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയും. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തുകൂടെ ഇപ്പോൾ ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് ചെറിയൊരു വാഹനത്തിലാണ് നമ്മൾ 2 വീലറാണ് പോകണമെങ്കിൽ ഇരിക്കുക. നമ്മുടെ അടുത്തുകൂടെ ഒരു ലോറിയോ ഒരു ബസ്സോ അടുത്തുകൂടെ ഒന്ന് കടന്നു പോയി വിചാരിക്കുക. നമ്മൾക്ക് അങ്ങനെ ഷ്രിങ്കേജ് ഉണ്ടാവും. നമ്മളിരിക്കുന്ന വെഹിക്കിളിനകത്ത് കിടന്ന് ഇങ്ങനെ ആടാൻ തുടങ്ങും. അതായത് നമ്മളിരിക്കുമ്പോൾ വണ്ടി കിടന്ന് അനങ്ങാൻ തുടങ്ങി, നമ്മൾ കിടന്ന് അനങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വെഹിക്കിൾ നല്ല ഹൈ വെയിറ്റ് എൻജിനൊക്കെ നല്ല ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അതായത് നല്ല വെഹിക്കിളിന് നല്ല ഒരു എന്താ പറയുക സ്ട്രോങ് ഉണ്ടായിരിക്കണം. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വെയിറ്റ് ഉണ്ടായിരിക്കണം. വെയിറ്റ് കൂടും തോറും നമ്മുടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സ്മൂത്തായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ടിങ് ലൈഫിൽ സ്റ്റിച്ചിങ് ലൈഫിൽ ഏറ്റവും സ്മൂത്തായിട്ട് പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ റേറ്റ് കൂടിയ കത്രിക, നല്ല വെയിറ്റ് ഉള്ളത്, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പ്രൊഫഷണൽ സിസറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഒരു 1000 രൂപ ചിലവായിക്കോട്ടെ, അത് സാരമില്ല പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുക. ലോ വെയിറ്റ് കിട്ടും, പക്ഷെ അത് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ എത്ര ലെയറാണ്? 8 ലെയറാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ? ഇതിലെ നോക്കിയേ എന്താ പറയുക, ഒരു സൈഡിൽ ഒരു വെട്ടോ ഒന്നും വരുന്നില്ല. കണ്ടില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു പെർഫെക്ഷൻ വരണത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് എത്ര എണ്ണം ഇപ്പോൾ 8 ലെയർ എടുത്തിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടില്ലേ? കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ 8 ലെയർ എടുത്തു. ഇത്രയും ലെയേഴ്സ് കട്ട് ചെയ്തിട്ടും നമുക്കൊരു സിമ്പിളായിട്ട് കട്ട് ചെയ്യണ പോലെ തോന്നിയുള്ളൂ. ഒരു വലിയ ഒരു സംഭവം കട്ട് ചെയ്യുന്നത് പോലെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒരു ഇടയിൽ വെട്ട് വരുന്ന രീതിയിൽ 2 എണ്ണം കട്ട് ചെയ്യുമ്പോൾ ചില ആളുകളുടെ സിസർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഒരു വെട്ട് വരും, പിന്നെ ഇടയിൽ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒരു വെട്ട് വന്ന് നിൽക്കും, പിന്നെ ഇങ്ങനെ നിൽക്കും. ചിലവരുടെയൊക്കെ ഒരു ഇങ്ങനെ ക്ലോത്ത് തന്നെ ഇങ്ങനെ കിടക്കണതാണോ, പല ലെയറിലായിട്ട് കിടക്കുന്ന പോലെ കിടക്കും. അത് വരാൻ പാടില്ല. നമ്മൾ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് സിസറാണ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ഏറ്റവും അടുത്ത ഒരു പ്രധാന ടിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ തന്നെ കട്ടിങ്ങിൽ 2-3 കാര്യങ്ങളും പ്രധാനമായിട്ട് പറഞ്ഞുതരാറുണ്ട്. അത് നമ്മൾ ഇതിന് ശേഷം പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ടേപ്പാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. ഈ ടേപ്പിൽ നമ്മളെപ്പോഴും ഒരു സ്റ്റിച്ചിങ് ലൈഫിലേക്ക് അതിൽ സക്സസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിനെ കണ്ട് എത്ര മീറ്റർ തുണി എടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇഞ്ച് ടേപ്പ് യൂസ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇതാണ് ഇഞ്ച്. 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്. ഈ ഒരു ഭാഗം സെൻറ്റിമീറ്ററാണ്. ഇതിൽ മെയിനായിട്ട് ഇത്ര മാത്രം അറിഞ്ഞിരിക്കുന്നുണ്ടോ. ഏറ്റവും പ്രധാനം സെൻറ്റിമീറ്ററിൽ ഇപ്പോൾ നമുക്ക് എത്ര മീറ്റർ തുണി എടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്ന ആ ഒരു കണക്ക്. ഈ 100 സെൻറ്റിമീറ്ററിനുള്ളിൽ 39.5 ഇഞ്ചാണ് എന്നതും കൂടി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു പ്രധാന പോയിന്റ് എന്തായാലും ഏതൊരു ടൈലറും സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സായി വരുന്ന ഒരാളാണെങ്കിലും അല്ല ഇതിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളായാലും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 39.5 ഇഞ്ചാണെന്നുള്ള ആ ഒരു അറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ എത്ര മീറ്റർ തുണി എടുത്തു, എത്ര ഇഞ്ച് തുണിയുണ്ട്, അതൊക്കെ നമ്മുടെ അകത്ത് ആ ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കൊരു വ്യക്തിനെ കാണുമ്പോൾ എത്ര ഡ്രസ്സ് അവർ പറയുന്ന മോഡലിന് ഡ്രസ്സിന് ഏകദേശം നമുക്ക് എത്ര വരുന്നത് പറയാൻ നമുക്ക് അറിവ് വരണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞുള്ള വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരു തയ്ക്കാൻ തരുന്ന മെറ്റീരിയലിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുത്ത് വയ്ക്കണം. ആ ഒരു മെഷർമെൻറ്റ് അളക്കുന്നത് ഈ പറഞ്ഞ പോലത്തെ ടേപ്പ് വെച്ചിട്ടായിരിക്കണം അളക്കേണ്ടത്.
ഇതുപോലെ ഇഞ്ചും അതുപോലെ സെൻറ്റിമീറ്ററും അളന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വന്നു എന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തന്നെ ഒരു കൃത്യമായി നമ്മളോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുക, ചേച്ചി ഈ കുട്ടിക്ക് ഒരു ഫ്രോക്ക് തയ്ക്കണം, എത്ര മീറ്റർ തോന്നിയതാണ്, അതും വേണ്ട ഫ്രോക്കിൻ്റെ ലെയർ ഫ്രോക്കാണ് അല്ല സാധാരണ ഫ്രിൽ ഫ്രോക്കാണ് വെക്കുന്നത്, പ്ലീറ്റ്സ് ഇട്ട ഫ്രോക്കാണ് വെക്കുന്നത്, അപ്പോൾ എങ്ങനെ എത്ര വേണം ചേച്ചി, അല്ലെങ്കിൽ അതിന് 3/4 സ്ലീവാണ് ഹാഫ് സ്ലീവാണ് എത്ര വേണം ചേച്ചി എന്ന് ചോദിക്കണമെങ്കിൽ സാധാരണ നോർമൽ ചുരിദാറിന് ഇപ്പോൾ എത്ര വരും, അതിന് എക്സ്ട്രാ ഒരു പ്ലീറ്റ്സ് ഇടുമ്പോൾ എത്ര വരും, ഏകദേശം ഒരു അറിവുണ്ടാവണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു രീതി പഠിച്ചവർക്ക് മാത്രമാണ് നമുക്ക് അളന്ന് നോക്കാതെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഇഞ്ച് ടേപ്പിൻ്റെ കാര്യമാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്കിതിനകത്ത് അടുത്ത പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കട്ടിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കട്ടിങ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തി സ്റ്റാർട്ടിങ്ങിൽ കട്ടിങ് ചെയ്യാൻ തുടങ്ങിയേക്കാൾ മുമ്പ് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ലെയറും കൂടി എടുക്കാം. ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് ഒന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് അത് തന്നെ തയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ കെട്ടിടുക, എൻഡിങ്ങിലും കെട്ടിടുക. ഈ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മളൊന്ന് സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കുക, ഒരു വ്യക്തിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങോട്ട് ഒരു നെക്ക് വരയ്ക്കാമെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു നെക്ക് വരയ്ക്കുകയെന്ന് വിചാരിക്കുക. ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങിലും നല്ല രീതിയിൽ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. മാത്രമല്ല സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഒരു ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് ചെയ്യാനും ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാനും പഠിക്കും. നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എന്താ പറയുക കഴുത്തിനൊക്കെ ഇങ്ങനെ വരയ്ക്കില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, ആ ഒരു രീതി നമ്മൾ പഠിച്ചു വരും. അങ്ങനെ പഠിച്ചിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ കട്ടിങ് ഇത് പറ്റും. ഉണ്ടോ, ഇങ്ങനെ വരയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് പഠിക്കുക. വെറുതെ ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുമ്പോഴൊക്കെ കറക്റ്റ് ആവുന്നുണ്ടോ എന്നത് ശ്രദ്ധിച്ച് നോക്കാം. എന്നിട്ട് വരച്ച ശേഷം ഇങ്ങനെ തന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ വരച്ചിട്ട് ഈ സർക്കിളിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണോ നോക്കാം. ഇങ്ങനെ സർക്കിളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണോ നോക്കാം. ഇതേപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ തയ്ക്കാൻ പറ്റണോ നോക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കർവ് ചെയ്ത് ചെറുതായി കർവ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റിച്ചിങ് ഏറ്റവും കൂടുതൽ റൗണ്ട് നെക്കാണ്. അത് വെച്ചിട്ടാണ് ഒരുപാട് മോഡൽസ് വരുന്നത്, റൗണ്ടും പിന്നെ സ്ക്വയറും. ഇത് വെച്ച് ഈ രണ്ട് മോഡൽസ് വെച്ചിട്ടാണ് ബാക്കി ഒരുവിധ എല്ലാ മോഡൽസും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ചെറിയ സ്മോൾ കാണി ഉണ്ടല്ലോ, ആ റെഗുലേഷൻ അത് കറക്റ്റ് ആക്കിയിട്ടിട്ട് അതിങ്ങനെ ചെറുതാക്കി തയ്ച്ചെടുക്കുന്ന ആ ഒരു പതിയെ ഇങ്ങനെ തന്നെ സർക്കിൾ അത് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി തയ്ക്കുകയാണെങ്കിൽ നിർത്തരുത്. റിങ് ഒരു പ്രാവശ്യം തിരിച്ച് സ്റ്റാർട്ട് ചെയ്താൽ എൻഡിങ്ങിൽ നിൽക്കണം. ഇടയിൽ വെച്ച് നിർത്തി അങ്ങനെ ചെയ്യാതെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് അതുവരെ ഇങ്ങനെ കർവ് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വഴക്കം ഉണ്ടാക്കിയെടുക്കണം. കൈവഴക്കം ഉണ്ടാക്കിയെടുക്കണം. തുണിയും കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാവുന്ന ആ ഒരു വഴക്കം ഉണ്ടാക്കിയെടുക്കണം. അതായത് ആ സൂചി കറക്റ്റ് താഴെ നിർത്തിയിട്ട് ഇടയ്ക്ക് തിരിച്ച് ചെയ്യുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് പതിയെ സ്ലോവിൽ ആ ഒരു അത് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ കാലുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എടുക്കുന്ന ഒരു രീതി, ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റാക്കി എടുക്കുന്നത് ഒരു ഭയങ്കര പ്രൊഫഷണൽ ഒരു രീതിയാണ് കേട്ടോ. അത് വീണ്ടും റൈറ്റ് സൈഡിൽ റിങ് തിരിക്കാതെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂഷനിൽ ആ ഒരു സ്മൂത്തിൽ വന്ന് നിർത്തും. ഇപ്പോൾ ഇവിടം വരെ തയ്ച്ചു, ഇതൊന്ന് ഇവിടം വരെ എത്തി എന്ന് വിചാരിക്കുക. പക്ഷെ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കുത്തി നിർത്തിയിട്ട് വീണ്ടും പതിയെ ഇങ്ങോട്ട് തിരിക്കാണ്ടേ തന്നെ നമ്മൾക്ക് പതുക്കെ ആ ഒരു ഫൂട്ടൊന്ന് പതുക്കെ പൊന്തിച്ച് തുണി ഇങ്ങനെ പതിയെ അതിങ്ങനെ തന്നെ കടന്നു പോകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സ്പീരിയൻസ് ആക്കി എടുക്കേണ്ടത് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനം തന്നെ സ്ക്വയർ. അതേപോലെ തന്നെ സ്ക്വയറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ
ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ നിർത്തി. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ടേൺ ചെയ്യണം, ഇവിടെ വെച്ച് നിർത്തി ഇങ്ങോട്ട് തിരിക്കണം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിക്കുന്ന ആ ഒരു കളി. അതേപോലെ സ്ക്വയർ 4 ഭാഗത്തു നിന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒരു സൈഡ് 4 സൈഡും ഇങ്ങനെ 4 ആംഗിളിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. പിന്നെ 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് 1/4 ഇഞ്ച് എന്ന് പറയുന്ന അളവ്. ഓക്കെ, ഇതാണ് 1/2 ഇഞ്ച് എന്ന് പറയുന്ന അളവ്, ഇതാണ് 3/4 ഇഞ്ച് എന്ന് പറയുന്നത്, ഇതാണ് 1 ഇഞ്ച് എന്ന് പറയുന്ന ഒരളവ്. മനസ്സിലായി? ഞാൻ ഇവിടെ നിന്ന് കാണിക്കാത്ത ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിനോട് നിന്ന് കാണിച്ചത്. അപ്പോൾ ഇത് 1/4 ഇഞ്ചിൽ തയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിനെ പറയും തേര് ഭാഗം എന്ന് കേട്ടോ. ഇതിനത് 1/4 ഇഞ്ചാണ് കേട്ടോ വീതി. അത് നമുക്ക് ഒറ്റയടിക്ക് നോട്ടത്തിൽ കണ്ടറിയാം 1/4 ഇഞ്ച്. അപ്പോൾ അതങ്ങനെ തയ്ച്ചു. 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ വരെത്തും. അങ്ങനെ നമുക്കൊരു 3/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരെത്തും. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരെത്തും. ഒരു ഏകദേശം നമുക്ക് കണ്ടിന്യൂസ്ലി കറക്റ്റ് നേരെ സ്ട്രെയിറ്റ് ആയി തയ്ക്കാൻ പറ്റണം. ആ ഒരു രീതി ഇടയ്ക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും തള്ളിക്കളയാനോ അവോയ്ഡ് ചെയ്യാനോ പാടില്ല. ഇത് സക്സസ് ആക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ കാണിയൊക്കെ ചെറുതാക്കി ഇട്ടാൽ മാത്രമാണ് നെക്കിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് കാണിയുടെ അകലം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈ സർക്കിൾ ഇങ്ങനെ കർവ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ആ ഒരു ഫോൾട്ട് കാണിക്കും. അത് വരാതിരിക്കും വളരെ. അതുപോലെ തന്നെ ഈ സ്ക്വയറിൽ ഇങ്ങനെ കുത്തി നിർത്തി തിരിച്ച് എടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഇങ്ങനെ പോയിന്റിൽ, അത് ആ ഭാഗത്ത് വളരെ ചെറിയ സ്മോൾ കാണീസിൽ മാത്രമാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.